മുനാഫിക്കീങ്ങൾ അവിടുന്നൊരു തിരക്കഥ എഴുതുകയാണ്. മുനാഫിക്കീങ്ങൾ അവിടുന്ന് ആയിഷ ബീവി വ്യഭിചരിച്ചു എന്ന് പറഞ്ഞു പരത്തിയിരിക്കുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, വ്യഭിചാരത്തിന്റെ ആരോപണം നടത്തുകയാണ്. എല്ലാവരും പടച്ചവരെ, അത് കേട്ടവർ പിന്നെ പടച്ചവനെ അങ്ങ് പറയാൻ തുടങ്ങി. അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യയെ പോലും വെറുതെ വിട്ടില്ല. പിന്നെയല്ലേ നമ്മളൊക്കെ, പിന്നെയല്ലേ നമ്മുടെ ഭാര്യമാരൊക്കെ. അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഭാര്യയെ കുറിച്ച് ഒരു നാട് മുഴുവനും ചർച്ച ചെയ്യുകയാണ്. വലിയ ചരിത്രമാണ് സഹോദരങ്ങള്. ജീവിതത്തിൽ നമ്മുടെ പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ജീവിതത്തിൽ കടന്നു വരുമ്പോ ആയിഷാ ബീവിയുടെ ഈ ഒരൊറ്റ ചരിത്രം എടുത്തു നോക്കിയാ മതി. പടച്ചവനെ, ഒരു ഭർത്താവോ മക്കളോ കുടുംബക്കാരോ മാത്രമല്ല, ഒരു നാട് മുഴുവനും ആയിഷാ ബീവിയെ കുറിച്ച് സാധാരണ ആരോപണമല്ല, വ്യഭിചാര ആരോപണമാണ്. അല്ലാഹുവേ, മുത്തുനബിക്ക് താങ്ങാൻ കഴിയുന്നതിലപ്പുറമായിരുന്നു. പ്രവാചകൻ അറിയാ ഒരിക്കലും ആയിഷ എങ്ങനെ ചെയ്യില്ലെന്ന്. എന്നിട്ടും നാട്ടുകാർ മുഴുവനും ചർച്ച ചെയ്യുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, എന്റെ പ്രിയപ്പെട്ടവരെ, ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ മുത്തുനബിയോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, വിശ്വസിക്കുന്നുണ്ടോ നബിയേ? ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ ബീവി ചോദിക്കുമ്പോ റസൂലുള്ളാഹി പറഞ്ഞു, ആയിഷ, എല്ലാവരും അറിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നൊരു തീരുമാനം വരട്ടെ. എന്റെ വിഷയമല്ല, നാട്ടുകാര് മുഴുവനും നിനക്കെതിരാണ്. അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് തീരുമാനം വരട്ടെ. അതുകൊണ്ട് കുറച്ചു ദിവസം നീ നിന്റെ വീട്ടിൽ പോയി സമാധാനം കിട്ടാറ്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, നീ നിന്റെ വീട്ടിലേക്ക് പോക്. എന്റെ പ്രിയപ്പെട്ടവരെ, ആയിഷാ ബീബി റളിയല്ലാഹു തആല അൻഹ താങ്ങാൻ കഴിയുന്നതിനേക്കാളും അപ്പുറമായിരുന്നു തന്റെ പ്രിയപ്പെട്ട പിതാവ് മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. വാപ്പാനെ കണ്ടപ്പോൾ നെഞ്ചുപൊട്ടി കരഞ്ഞുകൊണ്ടിരുന്ന ആയിഷാ ബീബി പിതാവിന്റെ ചാരത്ത് ചെന്നിട്ട് പറയുന്നു, വാപ്പാ, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങളുടെ പൊന്നാര മകളെങ്ങനെ ചെയ്യുമെന്ന്? അബൂബക്കർ തങ്ങളുടെ ചാരത്ത് ചെന്ന് പറയുകയാണ്, ഉമ്മാടെ ചാരത്ത് ചെന്ന് പറയുകയാണ്. കാരണം ആർക്കും ഒരു മറുപടി പറയാൻ കഴിയുന്നില്ല. കാരണം യഥാ തെളിവുകൾ മുഴുവനും എതിരാണ്. അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് തീരുമാനം വരട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, തീരുമാനം വന്നു. ഇന്നത്തെ പെണ്ണുങ്ങളൊക്കെ പഠിക്കണം. ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും കടന്നു വരുമ്പോ ഒറ്റ നിമിഷം കൊണ്ട് അതാ ഫാനിൽ കയറി തൂങ്ങാൻ നിൽക്കുന്നവരെ, ആ തൂങ്ങുന്നതിന് മുമ്പ് ആയിഷാ ബീവിയുടെ ചരിത്രമൊന്ന് വായിച്ചു നോക്കൂ. മഹദിയായ ആയിഷാ ബീവി റളിയല്ലാഹു തആല അൻഹ ഒരു നാട് മുഴുവനും കൈയൊഴിഞ്ഞു. അവസാനം സ്വന്തം വീടിന്റെ അകത്ത് വാപ്പയും ഉമ്മയും പോലും പടച്ചവനെ, അതാ ആയിഷാ ബീവി തെറ്റ് ചെയ്തെന്ന് പറയുന്നില്ല. തീരുമാനം മുകളിൽ നിന്ന് വരട്ടെ. ആയിഷാ ബീവി എല്ലാ ദിവസവും നേരം വെളുക്കുമ്പോ സുബഹി കഴിയുമ്പോ വീടിന്റെ വെളിയിൽ നോക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂല് വരുന്നുണ്ടോ, നബി വരുന്നുണ്ടോ? അല്ലാഹുവേ, ദിവസങ്ങളോളം കാത്തിരിക്കുകയാണ്. അങ്ങനെ ഒരുപാട് ദിവസം കഴിഞ്ഞു. ഒരു ദിവസം സുബഹി നമസ്കാരം കഴിഞ്ഞു നോക്കുമ്പോ ചിരിക്കുന്ന മുഖത്തോടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വരികയാണ്. ആയിഷ ഇറങ്ങി ഓടുകയാണ്. മുത്തുനബി വീട്ടിലേക്ക് കയറി വരുമ്പോ ആയിഷാ ബീവി റളിയല്ലാഹു തആല അൻഹ ഇറങ്ങി ഓടുകയാണ്. ഓടിച്ചെന്ന് മുത്തുനബിയെ കെട്ടിപ്പിടിച്ചിട്ട് അവിടുന്ന് ചോദിക്കുന്നു, മുത്തുനബിയേ, ജിബ്രീൽ വന്നോ നബിയേ? ഞാൻ നിരപരാധിയാണെന്ന് അല്ലാഹു പറഞ്ഞോ നബിയേ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആയിഷ, ജിബ്രീൽ ഖുർആനിന്റെ ആയത്തുമായി ഇറങ്ങി വന്നു. നീ നിരപരാധിയാണെന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട് ആയിഷ. ആയിഷാ ബീവി പറഞ്ഞ മറുപടി എന്തെന്നറിയോ? അന്ന് ആയിഷാ ബീവിയുടെ പ്രായം പടച്ചവനെ ചെറിയ പ്രായമാണ്. ആ ചെറുപ്രായക്കാരിയായ ആയിഷാ ബീവി പറഞ്ഞ മറുപടി എന്തെന്നറിയോ? യാ റസൂലല്ലാഹ്, എനിക്ക് ഉറപ്പായിരുന്നു നബിയേ, ജിബ്രീൽ വരുമെന്ന് എനിക്കറിയാം. ഞാൻ
നിരപരാധിയാണെന്ന് അള്ളാഹുവിന്റെ ഖുർആനിൽ ആയത്തിറങ്ങുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു നബിയേ. അള്ളാന്റെ റസൂല് ചോദിച്ചു, ഇത്ര ഉറപ്പെന്തേ? ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയാ, ഖുർആനിലെ ആയത്തുമായിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം വരുമെന്ന് എനിക്ക് ഉറപ്പാ നബിയെ. ആ ഒരു ഉറച്ച പറച്ചിൽ കേട്ടപ്പോൾ നബി ചോദിച്ചു, അതെങ്ങനെ നീ പറയണേ? അതെന്തേ അങ്ങനെ ഉറപ്പിച്ചു പറയുന്നേ? ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുകയാ, നബി ചോദിച്ചു, ഇത്രയും ദിവസം നീ എങ്ങനെ ജീവിച്ചിരുന്നു ആയിഷ? ആയിഷ, ഇത്രയും വലിയ ഒരു പ്രതിസന്ധി ഉണ്ടായ സമയത്ത് എങ്ങനെ നീ പിടിച്ചു നിന്നേ? കാരണം നാടും നാട്ടുകാരും മുഴുവനും എതിരായപ്പോ ഈ ചെറിയ പ്രായക്കാരിയായ നീ എങ്ങനെ പിടിച്ചു നിന്നു? നബിയെ, ഒരൊറ്റ ദിക്ർ പറഞ്ഞു നബിയെ. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയാ, ഞാനൊരു ദിക്ർ പറഞ്ഞിട്ടാ പിടിച്ചു നിന്ന്. എന്റെ മനസ്സിന് ധൈര്യം തന്നത് അല്ലാഹുവിന്റെ സഹായം എനിക്കുണ്ടാകാനുള്ള കാരണം ഞാൻ പറഞ്ഞ ഒരു ദിക്റാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ഏത് ദിക്റാ? ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. പഠിച്ചു വെച്ചോ സഹോദരാ. താങ്ങാൻ കഴിയാത്ത ജീവിതത്തിൽ പ്രയാസങ്ങളും ദുഃഖങ്ങളും പ്രതിസന്ധികളും കടന്നു വരുമ്പോ മനസ്സറിഞ്ഞുകൊണ്ടൊന്ന് പറഞ്ഞു നോക്കൂ, ഹസ്ബുനല്ലാഹ്, അല്ല എനിക്ക് മതി, അല്ല എനിക്ക് മതി. പടച്ചവനെ, ഞാൻ ചെയ്തോ ഇല്ലയോ നിനക്കേ അറിയൂ. ഇനി ആയിഷാനെ സഹായിക്കാൻ നിനക്കേ കഴിയൂ. ഈ പാവപ്പെട്ടവളെ കൈവിടല്ലേ അല്ലാ. ആയിഷ ബീവി ദിക്ർ പറഞ്ഞിട്ടാണ് ഏഴാകാശം കടന്നിട്ട് അല്ലാഹുവിന്റെ അർശിന്റെ ഭാഗത്ത് നിന്ന് ഖുർആനിന്റെ ആയത്തുമായി മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നത് എന്ന ചരിത്രം പറയുമ്പോ, എന്തിനാ ഈ ചരിത്രം പറഞ്ഞത്? ആയിഷയുടെ മഹത്വമല്ല ചർച്ച ചെയ്യുന്നത്, മുത്തുനബിയുടെ മഹത്വമാണ്, ലോകത്തിന്റെ നേതാവിന്റെ മഹത്വമാണ്. എല്ലാവരും ഈ വിഷയത്തെ കുറിച്ച് അവിടെ ആരോപണം നടത്തുമ്പോ പ്രവാചകൻ ആരോടും മിണ്ടുന്നില്ല. കാരണം മുത്തുനബിയുടെ ഭാര്യയാണ്. പ്രവാചകന് പള്ളിയിൽ പോകും, നമസ്കരിക്കും, ഒരാളോടും മിണ്ടുന്നില്ല. മുത്തുനബി നേരെ വീടിന്റെ അകത്ത് വന്ന് കയറിയിരിക്കുകയാണ്. പ്രവാചകൻ തന്റെ വീടിന്റെ അകത്ത് വന്ന് ഇരുത്തമാണ്. ഒരു ദിവസം അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ വീടിന്റെ അകത്ത് നമസ്കാരം കഴിഞ്ഞ് വന്നിരിക്കുമ്പോ പ്രവാചകന്റെ അവസ്ഥ കണ്ടിട്ട് സങ്കടം തോന്നിയ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീടിന്റെ അകത്തേക്ക് കടന്നു വരികയാണ്. അവിടുന്ന് സലാം പറഞ്ഞു, അവിടുന്ന് സലാം പറഞ്ഞു. വീടിന്റെ അകത്തേക്ക് കടന്നു വന്നപ്പോ റസൂലുള്ള ചോദിക്കുന്നു, ഉമറേ, എല്ലാവരും ആയിഷയെ കുറിച്ചാണ് പറയുന്നത്, ആയിഷ ബീവി തെറ്റുകാരിയാണെന്ന് എല്ലാവരും പറയുന്നു. ഉമറേ, നിന്റെ അഭിപ്രായം എന്താണ് ഉമറേ?